നമസ്കാരം പ്രിയപ്പെട്ട മക്കളെ, മാതാപിതാക്കളെ. ഇനിയിപ്പോൾ പരീക്ഷക്കാരമല്ലേ, പരീക്ഷ പേടി വേണ്ട. ഈ ഒരു പരീക്ഷയിൽ ജയിക്കുന്നൊന്നും അല്ല കാര്യം, ജീവിതമാകുന്ന പരീക്ഷയിൽ ജയിക്കുന്നതാണ് വലിയ കാര്യം എന്നൊക്കെ പറഞ്ഞ് കുട്ടികളെയും മാതാപിതാക്കളെയും ഒക്കെ വാക്കുകളെ കൊണ്ട് മോട്ടിവേറ്റ് ചെയ്യാം എന്നല്ലാതെ അതിനൊക്കെ അപ്പുറത്തേക്ക് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പരീക്ഷയാണ്. പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ ഉണ്ടാകുന്ന മാനസിക സമ്മർദ്ദം മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സമ്മർദ്ദം തന്നെയാണ്. അന്നന്ന് പഠിക്കേണ്ടത് അന്നന്ന് പഠിക്കാത്തത് കൊണ്ടല്ലേ, പനിയായതുകൊണ്ടല്ലേ പഠിക്കാൻ പറ്റാതെ പോയത് എന്നൊക്കെ പറഞ്ഞ് പരിതപിക്കാനുള്ള സമയമൊന്നും ഇനി നമ്മുടെ മുന്നിലില്ല. ഇപ്പോൾ ഈ പരീക്ഷയെ എങ്ങനെ നേരിടാം എന്ന് മാത്രമാണ് നിങ്ങളോട് പറയാനുള്ളത്. അതിന് ഏറ്റവും പ്രധാനം ശാന്തമായിട്ട് പരീക്ഷയെ നേരിടാനുള്ള ഒരു മനസ്സുണ്ടാക്കി വെക്കുക എന്നുള്ളത് തന്നെയാണ്. അതിനുള്ളൊരു മാജിക്കാണ് ഇന്ന് പറഞ്ഞു തരുന്നത്. മാജിക് എന്ന് പറഞ്ഞാൽ ഞാൻ കാണിക്കുന്ന മാജിക് അല്ല. എം ഫോർ മെൻ്റൽ പവർ, എ ഫോർ അനാലിസിസ്, ജി ഫോർ ഗവേണൻസ്, ഐ ഫോർ ഇമാജിനേഷൻ ആൻഡ് സി ഫോർ കോൺസെൻട്രേഷൻ. അപ്പോൾ എന്താ പറഞ്ഞു തുടങ്ങിയത്? മാജിക്കിലെ എം ഫോർ മെൻ്റൽ ഹെൽത്ത്. പരീക്ഷയ്ക്ക് മുമ്പ് ചിലർക്കുണ്ടാവുന്ന മെൻ്റൽ പ്രഷർ വല്ലാത്തൊരു കുരുക്കാണ്. പഠിച്ചതൊക്കെ പരീക്ഷാ ഹാളിലെത്തുമ്പോൾ മറന്നുപോകും. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? മാനസിക സമ്മർദ്ദം ഉണ്ടെങ്കിൽ അതിനെ കുറച്ച് കൊണ്ടുവരാനുള്ള ഒരു ബ്രീത്തിങ് എക്സസൈസാണ് ആദ്യമായിട്ട് പറഞ്ഞു തരാനുള്ളത്. 1:5 ബ്രീത്തിങ് എക്സസൈസ്. രാവിലെ എണീറ്റ ഉടനെയും വൈകുന്നേരവും കസേരയിൽ നട്ടെല്ലൊക്കെ നിവർത്തി തല ഉയർത്തിപ്പിടിച്ച് അങ്ങിരിക്കണം. കൈകൾ രണ്ടും മടിയിൽ തളർത്തിയിടണം. കണ്ണുകളടച്ച് 1 സെക്കൻഡ് സമയം കൊണ്ട് 2 മൂക്കിലൂടെയും ശ്വാസം ഉള്ളിലേക്ക് വലിക്കുക. പിന്നെ 5 സെക്കൻഡ് കൊണ്ട് ആ എടുത്ത ശ്വാസത്തെ പതുക്കെ പുറത്തേക്ക് വിടുക. ഇത് ഒരു 25 തവണയെങ്കിലും ആവർത്തിക്കണം. എല്ലാ ദിവസവും ഇത് ചെയ്യുമ്പോൾ മാനസിക സമ്മർദ്ദം താനേ കുറഞ്ഞു വരുന്നത് കാണാം. അടുത്തതെന്താ? എ ഫോർ അനാലിസിസ്. ഇതിൽ വേണ്ടതും വേണ്ടാത്തതുണ്ട്. പരീക്ഷാ ദിവസം പരീക്ഷയ്ക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ഒരു സ്വയം വിലയിരുത്തൽ, ശാന്തമായി ഒട്ടും മാനസിക സമ്മർദ്ദം ഇല്ലാതെ അന്നത്തെ പരീക്ഷയുടെ മൊത്തം വിഷയങ്ങളിലൂടെ വെറുതെയുള്ള ഒരു അവലോകനം. ഇത് ഉള്ളിലുള്ള കാര്യങ്ങളെ ഒന്നുകൂടി തൊട്ടുണർത്താൻ വേണ്ടിയിട്ട് സഹായിക്കും. ഇനി വേണ്ടാത്ത വിലയിരുത്തൽ എന്താണെന്നറിയോ? പരീക്ഷാ ഹാളിൽ നിന്ന് പുറത്തിറങ്ങി ചോദ്യപേപ്പർ മുന്നിൽ വെച്ചുകൊണ്ട് കൂട്ടുകാരോടൊപ്പമുള്ള ഒരു അവലോകനം ഉണ്ടല്ലോ, അതാണ്. ഒരു കാര്യമില്ല അതിനെക്കൊണ്ട്. ഉത്തരപേപ്പർ കൊടുത്തു കഴിഞ്ഞാൽ അന്നത്തെ ചോദ്യപേപ്പറിൻ്റെ സ്ഥാനം അവിടെ തീർന്നു. അനാവശ്യമായിട്ടുള്ള ആ അവലോകനം ചിലപ്പോൾ കൂടുതൽ മാനസിക സമ്മർദ്ദം തരും എന്നല്ലാതെ അതിനെക്കൊണ്ട് ഒരു കാര്യമില്ല. ഇനി അടുത്തത് ജി ഫോർ ഗവേണൻസ്, അതായത് ടൈം മാനേജ്മെൻറ്റ്. പരീക്ഷ എഴുതാനുള്ള സമയം ഇപ്പോൾ 2.5 മണിക്കൂറോ അല്ലെങ്കിൽ 3 മണിക്കൂറോ ആണെങ്കിൽ അതിനകത്ത് മുഴുവൻ ചോദ്യത്തിനും ഉത്തരം എഴുതി തീർക്കാനുള്ള ടൈം മാനേജ്മെൻറ്റ് വളരെ പ്രധാനമാണ്. ആദ്യത്തെ ഒരു 5 മിനിറ്റ് ചോദ്യങ്ങൾ മൊത്തമായിട്ട് വായിച്ചു നോക്കാനും അവസാനത്തെ ഒരു 10 മിനിറ്റ് എഴുതിയ ഉത്തരങ്ങളെല്ലാം ഒന്നുകൂടി പരിശോധിക്കാനുള്ള സമയമായിട്ട് മാറ്റിവെച്ചാൽ ബാക്കി സമയത്തെ മാർക്കിനനുസരിച്ച് നീട്ടിയും പരത്തിയും എഴുതാനുള്ള ആ സമയ നിയന്ത്രണം പ്രധാനമാണ്. മോഡൽ ചോദ്യപേപ്പറുകൾ നോക്കിയിട്ട് അങ്ങനെ ഒന്ന് പരിശീലിച്ചു കഴിഞ്ഞാൽ പരീക്ഷയുടെ സമയം കഴിയുമ്പോൾ മുഴുവൻ എഴുതാൻ പറ്റിയില്ലല്ലോ എന്ന ഒരു കുറ്റബോധം ഉണ്ടല്ലോ, അത് ഒഴിവാക്കാൻ സാധിക്കും. ഇനി ഐ ഫോർ ഇമാജിനേഷൻ. ഈ ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞതുപോലെ ഇമാജിനേഷൻ ഈസ് ഇമ്പോർട്ടൻ്റ് ദാൻ നോളജ്. ഭാവനയാണ് വിജ്ഞാനത്തെക്കാൾ പ്രധാനം. അതുകൊണ്ട് പാഠഭാഗങ്ങളെ, ചില സമവാക്യങ്ങളെ ഒക്കെ പരീക്ഷയുടെ അടുത്ത ദിവസങ്ങളിൽ ചിത്രങ്ങളായിട്ടും വാക്കുകളായിട്ടും എങ്ങനെ നമ്മുടെ മനസ്സിൽ പതിച്ചു വയ്ക്കാം എന്ന് നോക്കണം. ചിത്രങ്ങളായിട്ട് പതിച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് പഠനമുറിയുടെ പല ഭാഗങ്ങളിൽ വെള്ള പേപ്പറിൽ പല നിറത്തുള്ള മാർക്കിംഗ് പെന്നുകൊണ്ട് ചിത്രങ്ങളായിട്ട് നമുക്ക് വരച്ചു വയ്ക്കാം. പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് ആ ചിത്രങ്ങളിലേക്കൊന്ന് നോക്കി മനസ്സിലേക്ക് ഒന്നുകൂടി പതിച്ചു വയ്ക്കാം. ഇപ്പോൾ വെർബൽ മെമ്മറി ടെക്നിക്സ് ഉണ്ട്. ഇതും ഓർത്തു വയ്ക്കാനുള്ള രീതിയാണ്. മുന്നിൽ വിദ്യാർത്ഥികളുണ്ട് എന്ന് സങ്കല്പിച്ചുകൊണ്ട് സ്വയം ഒരു ടീച്ചറായി മാറി പാഠങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കുന്ന രീതിയാണ് അത്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി ആഴത്തിൽ വിഷയങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കും, ഉള്ളിലേക്ക് പതിയുകയും ചെയ്യും. ഓക്കെ, ഇനി അവസാനത്തേത് കോൺസെൻട്രേഷനാണ്. ഒരു കാര്യം ആദ്യം തന്നെ പറയാം. ഇനിയുള്ള ദിവസങ്ങളിൽ പരീക്ഷ കഴിയുന്നത് വരെയെങ്കിലും മനസ്സിനെ പഠനത്തിലേക്കും പരീക്ഷയിലേക്കും മാത്രമായിട്ടൊന്ന് പിടിച്ചു വെക്കണം. വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമോ അതല്ലേ? അപ്പുറത്ത് TV വർക്ക് ചെയ്യുന്നു, തൊട്ടപ്പുറത്ത് നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഫോൺ ഇരിക്കുന്നുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ മനസ്സിനെ പലയിടങ്ങളിലേക്ക് ഇങ്ങനെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കും. പക്ഷേ അവിടെ നിങ്ങൾ തോറ്റു കൊടുക്കരുത്. അതോടൊപ്പം തന്നെ മനസ്സിനെ ഏകാഗ്രമാക്കാൻ വേണ്ടിയിട്ടൊരു ഒരു ബ്രീത്തിങ് ടെക്നിക്ക് കൂടി ഞാൻ പറഞ്ഞുതരാം. മൈൻഡ്ഫുൾനെസ് ബ്രീത്തിങ് എന്നതിന് പറയും. സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലും ഇരുന്ന് ഒരു 10-15 തവണ സാധാരണ നമ്മൾ ശ്വസിക്കുന്ന പോലെ ശ്വസിക്കുക. കണ്ണുകൾ അടച്ചു പിടിച്ച് ആ ശ്വാസത്തിലേക്ക് മാത്രം ശ്രദ്ധിക്കുക. ശ്വാസത്തിലേക്ക് മാത്രം. മനസ്സ് ചിലപ്പോൾ പിടിതരാതെ അങ്ങ് കുതിറിപ്പോവും. വിടരുത്. തിരിച്ചു കൊണ്ടുവന്ന് അതിനെ വീണ്ടും നിയന്ത്രണത്തിലാക്കി മാറ്റുക. ശ്രദ്ധ ശ്വാസത്തിലേക്ക് മാത്രമാവണം.
എന്നും ചെയ്യുമ്പോൾ മനസ്സ് ഏകാഗ്രമാവുന്നത് നമുക്കറിയാൻ സാധിക്കും. ഒരുപാട് പഠിക്കാനുള്ളതിനിടയ്ക്ക് ഇതൊക്കെ ചെയ്യാനും എവിടെയാണ് നേരം എന്നാവും ഇപ്പോഴത്തെ നിങ്ങളുടെ ചിന്ത, അല്ലേ? പക്ഷേ മനസ്സിനെ സ്ട്രോങ് ആക്കി നിർത്താൻ ഈ എക്സസൈസുകൾ ഉപകരിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഓർമ്മയും എന്തിനേയും നേരിടാനുള്ള ശക്തിയും എല്ലാം കുടികൊള്ളുന്നത് നമ്മുടെ മനസ്സിനകത്താണ്. അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളെ അത്ര നിസ്സാരമായിട്ട് കാണണ്ട, അതിനെ കുറച്ച് സീരിയസ് ആയിട്ട് എടുക്കുക. അപ്പോൾ നല്ല പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട്, നല്ല മാർക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് എല്ലാ മക്കൾക്കും ഓൾ ദി ബെസ്റ്റ്.